എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും വാട്സാപ്പ് കൂട്ടായ്മയിലേക്കും ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ പെന്തക്കോസ്ത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ദുരുപദേശ സംഗീതജ്ഞൻ ഡേവിഡ് അടിമാലി എന്നുള്ള ഒരു ഇടുക്കിക്കാരനായ വ്യക്തിയാണ് ആ വ്യക്തി. അദ്ദേഹം യൂട്യൂബിൽ വേറിട്ട ചിന്തകൾ എന്ന പേരിൽ ഒരു ചാനൽ നടത്തുന്നുണ്ട്. അതുവഴി ദുരുപദേശം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ ചാനൽ തുടങ്ങുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി അദ്ദേഹം സ്വയം എഴുതി സ്വയം സംഗീതം കൊടുത്ത് റെക്കോർഡ് ചെയ്ത ഒരു അഞ്ചാറ് കൊച്ചു കുട്ടികളെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ട് അദ്ദേഹം അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഇത് ഞാൻ ചെയ്ത മ്യൂസിക്കാണെന്ന് പുള്ളി അവകാശപ്പെടുന്നത്. അതിൽ ആ പാടിയ കുട്ടികളുടെ ആലാപനത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കുട്ടികൾ നിരപരാധികളാണ്. ഇവരെ കൊണ്ട് പാടിപ്പിക്കുന്നതാണ്. കുട്ടികൾ അതിന് അറിവില്ലാത്ത കുട്ടികൾ, അവരെ കൊണ്ട് തെറ്റുകൾ പാടിപ്പിച്ച് അവരെ തലച്ചോറിൽ ദുരുപദേശം തിരികെ കയറ്റുകയാണ്. ഈ പാട്ട് കേൾക്കുന്നവർക്കും അത്രത്തോളം ദുരുപദേശം അവർ തലയ്ക്കുള്ളിൽ വരും. അത് പ്രതികരിക്കുവാനോ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുവാനോ ആരും ഇതുവരെ യൂട്യൂബിൽ ഒരു വ്യക്തി പോലും വന്നിട്ടില്ല. ഞാൻ അതിനെതിരെ വളരെയധികം കമൻറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹത്തെ പറയുന്ന തെറ്റുകളെപ്പറ്റി കമൻറ്റിൽ അദ്ദേഹം സ്വയം അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതിൻ്റെ മറുപടി പറയുകയോ അല്ലെങ്കിൽ ഈ കമൻറ്റ് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവും. ആ ബോധ്യം മറ്റുള്ളവർ അറിയണ്ട എന്ന് കരുതിയാണ് അദ്ദേഹം ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇങ്ങനെയാണ്. കുറേ കൊച്ചുകുട്ടികൾ ഒരു മുതിർന്ന കുട്ടിയോട് ചോദിക്കുകയാണ്, മാനത്ത് മിന്നുന്ന താരങ്ങളും വാനത്ത് പറക്കുന്ന പക്ഷികളും യേശുവിൻ്റെ സൃഷ്ടി ആണെന്നാണ് ആ പാട്ടിൻ്റെ തുടക്കം. ഞാനത് ചോദിച്ചപ്പോൾ അയ്യോ, ഇതൊരു പെന്തക്കോസ്തുകാരനായ അല്ലെങ്കിൽ വേറിട്ട ചിന്തകൾ എന്നുള്ള രീതിയിൽ ബൈബിൾ ക്ലാസ്സുകൾ നടത്തുന്ന എല്ലാവരെയും അദ്ദേഹം സംസാരിച്ചിട്ട് സ്വയം പറയുക, ഞാൻ ബൈബിൾ ക്ലാസ്സാണ് നടത്തുന്നതെന്ന്. ഈ ബൈബിൾ ക്ലാസ് നടത്തുന്ന ഇദ്ദേഹത്തിന് ഉൽപ്പത്തി പുസ്തകം പോലും ശരിക്കും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മാനത്ത് പറക്കുന്ന പക്ഷികളും അല്ലെങ്കിൽ മാനത്ത് ആകാശത്ത് നിലനിൽക്കുന്ന നക്ഷത്രങ്ങളും യേശുവാണ് സൃഷ്ടിച്ചതെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം യേശുക്രിസ്തുയുടെ ഭൂമിയിൽ ജനിച്ചിട്ട് 2058 വർഷമേ ആയുള്ളൂ. യേശു ഈ ഭൂമിയിൽ നിന്നും പോയിട്ട് 2025 വർഷമേ ആയിട്ടുള്ളൂ. 33.5 വർഷങ്ങൾക്കിടയിലാണോ ഈ പക്ഷികൾ ഉണ്ടായതും അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടായതും? നക്ഷത്രങ്ങളും ആകാശത്ത് പറക്കുന്ന പക്ഷികളും ദൈവം മനുഷ്യരെ ഉണ്ടാക്കും മുമ്പേ ഉണ്ടാക്കിയതാണ് എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്നെടുത്ത് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. പിന്നീട് നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്നാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അത് ദൈവമാണ് ഉണ്ടാക്കിയെന്ന് അവിടെ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ആകാശത്ത് രാത്രി പ്രകാശിക്കുവാൻ പ്രകാശം കുറഞ്ഞ വെളിച്ചവും പകല് പ്രകാശിക്കാൻ വലിപ്പം കൂടിയ പ്രകാശത്തെയും ദൈവം ഉണ്ടാക്കിയിട്ട് അതിനൊപ്പം നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. നക്ഷത്രങ്ങൾ പകൽ കാണുവാൻ കഴിയില്ല. കാരണം പകലിലെ വെളിച്ചം, അതായത് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പവർ കൊണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതേസമയം രാത്രിയിലെ ചന്ദ്രൻ്റെ ഇളം പ്രകാശത്തിനും മുന്നിലും
ചന്ദ്രൻ നമുക്ക് ആകാശത്ത് ഇരുണ്ട് കാണുന്ന നക്ഷത്രങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത് ഉണ്ടാക്കിയത് ദൈവമാണെന്നാണ് അവിടെ പറയുന്നത്. ഡേവിഡ് അടിമാലി ബ്രദർ, പിന്നെ താങ്കൾക്ക് എവിടെ നിന്നാണ് യേശു ആണ് ആകാശത്തിലെ പറവകളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി എന്നുള്ള ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയത്? യേശു ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ട് 2058 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ ആകാശമുണ്ട്, അതിനു ശേഷവും ആകാശമുണ്ട്. അവിടെ നക്ഷത്രങ്ങളുണ്ട്, പറവകളുണ്ട്. പിന്നെ താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത്? ഇനി രണ്ടാമത്തെ വരിയിലേക്ക് കടന്നു ചെല്ലാം. അടുത്ത പറയുന്ന മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും കാട്ടിൽ വളരുന്ന വൃക്ഷങ്ങളും പൂങ്കാവനത്തിലെ പുഷ്പങ്ങളും യേശുവിൻ്റെ സൃഷ്ടിയല്ലേ എന്നാണ് ആ കുട്ടി മറ്റു കുട്ടികളോട് പാടി പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇതും ഞാൻ പരിശോധിച്ച് നോക്കി. തിരുവഴുത്തിൽ എവിടെയാണ് യേശുക്രിസ്തു ഈ പറയുന്ന മുറ്റത്ത് പൂക്കുന്ന മുല്ലകളും അല്ലെങ്കിൽ കാട്ടിൽ വളരുന്ന വൃക്ഷങ്ങളും അല്ലെങ്കിൽ പൂങ്കാവനത്തിലെ പുഷ്പങ്ങളും യേശു ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചിട്ടില്ല. കാരണം 2058 വർഷം മുമ്പേ ഈ മുല്ല ഉണ്ട്, പൂങ്കാവനത്തിലുള്ള പൂമുല്ലയുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മറ്റ് പുഷ്പങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് സംശയമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു വേദവാക്യവും എടുത്തു നോക്കാം. അതും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. അത് യേശുവാണോ അല്ലോ പിതാവായ ദൈവമാണോ ഇത് സൃഷ്ടിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അടുത്ത ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ും 12-ഉം ഒന്ന് വായിച്ചു നോക്കാം. ഭൂമിയിൽ പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവിടെ അതും ഉണ്ടാക്കിയത്, അതായത് ജലജീവികളെയും വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിച്ചാൻ പറഞ്ഞതും അല്ലെങ്കിൽ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതികൾ പറക്കട്ടെ എന്നും കൽപ്പിച്ചത് ദൈവം തന്നെയാണ്. അത് സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അവിടെ യേശു എന്നൊരു വ്യക്തി ആ കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ല. അതുപോലെ ഭൂമിയിൽ പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. അത് നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് എഴുതി കാണും. അപ്പോൾ അതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്നും ആ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും ദൈവത്തിന് തോന്നി എന്ന് അവിടെ എഴുതി കാണും. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ പാട്ടിലെ അവസാനത്തെ വരികളൊന്ന് നോക്കാം. കാട്ടിൽ ഇഴയുന്ന ജീവികളും വെള്ളത്തിൽ നീന്തുന്ന സസ്യങ്ങളും മണ്ണിൽ പിറന്ന മാനവരും യേശുവിൻ സൃഷ്ടിയല്ലേ എന്നാണ് അദ്ദേഹം വീണ്ടും ആ പാട്ടിൽ കൂടി കുട്ടികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചോദിച്ചിരിക്കുന്ന പാട്ട്. അതും ശരിയാണോ? കാട്ടിൽ ഇഴയുന്ന ജീവികൾ അല്ലെങ്കിൽ വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങൾ അല്ലെങ്കിൽ മണ്ണിൽ പിറന്ന മനുഷ്യൻ, ഇതിനെയൊക്കെ ഉണ്ടാക്കിയത് യേശു ആണോ? തിരുവെഴുത്ത് അങ്ങനെയാണോ പറയുന്നത്? അത് നമുക്കൊന്ന് തിരുവെഴുത്ത് പരിശോധിച്ച് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ചും വ്യക്തമായ ഒരു മറുപടി നൽകും. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചും ചരിക്കുന്ന അതതുതരം ജലജന്തുക്കളും അതതുതരം പറവ ജാതികളെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും വലിയ തിമിംഗലങ്ങളും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചും ചരിക്കുന്ന അതുതരം ജലജന്തുക്കളെയും, അത് വെള്ളത്തിലുള്ള സകല ജന്തുക്കളെയും നീന്തുന്നതും എല്ലാ ജന്തുക്കളെയും ഉണ്ടാക്കിയത് ദൈവമാണെന്ന് അവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു. അടുത്ത ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുതരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതുതരം കാട്ടു ജീവജന്തുക്കൾ ഇവർ ഭൂമിയിൽ നിന്ന് ഉളവാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് യഹോവയായ ദൈവമാണെന്ന് അവിടെ അടിവരയിട്ട് പറയുന്നു. അത് അടിമാലി ബ്രദറിന് അല്ലെങ്കിൽ നമ്മളെ ഡേവിഡ് അടിമാലിക്ക് എന്തുകൊണ്ട് അത് പറയാൻ അത്ര ബുദ്ധിമുട്ട്? യഹോവയായ ദൈവമാണ് അതെല്ലാം ഉണ്ടാക്കിയതെന്ന് തിരുവെഴുത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അത് താങ്കൾക്ക് പറയുവാൻ എന്താണ് അത്ര ബുദ്ധിമുട്ട്? അത് യേശുവിന് തലയിൽ കൊണ്ടുവയ്ക്കുവാൻ താങ്കളോട് ആര് പറഞ്ഞു? അത് യേശുവാണ് സൃഷ്ടിച്ചു എന്നുള്ള ദുരുപദേശം എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞു? ഈ വളർന്നു വരുന്ന പെന്തക്കോസ്ത് കുട്ടികളെ എന്തിനാണ് ഇത്ര ചെറുപ്പത്തിലെ താങ്കൾ പാട്ടിലൂടി ദുരുപദേശം പ്രചരിപ്പിച്ച് അവരെ തെറ്റായ വഴിയിൽ സഞ്ചരിപ്പിക്കുന്നത്? ഈ മുതിർന്നവരെ വഴിതെറ്റിക്കുന്നു. അത് പോട്ടെ നോക്കാം, അത് താങ്കളുടെ പരിജ്ഞാനമില്ലായ്മ. ഈ പാട്ട് കൂടി കൊച്ചു കുട്ടികളെപ്പോലും ദൈവവചനം അവർ അനുസരിക്കുവാനോ അത് വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ അത് ബൈബിൾ എടുത്ത് പഠിക്കുവാനോ അല്ലെങ്കിൽ ഈ സഭകളിൽ പെന്തക്കോസ്ത് സഭകളിൽ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്ന് ഓരോ വ്യക്തികൾക്കും ഓരോ മനുഷ്യർക്കും പഠിച്ചു നോക്കുവാനുള്ള അവസരം നിങ്ങൾ നൽകുന്നില്ല. ബൈബിൾ എടുക്കുന്നു, ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഇവർ കൊടുക്കുകയാണ്. ഈ കേൾക്കുന്ന വിശ്വാസികളാണ് ശരിക്കുള്ള മന്ദബുദ്ധികൾ. ഈ പൊട്ടന്മാർ പറയുന്ന ഉപദേശങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്ന് യവന്മാരാരും തിരുവെടുത്ത് പരിശോധിച്ച് നോക്കുന്നില്ല. ഞാൻ പരിശോധിച്ച് നോക്കിയൊരു വ്യക്തിയാണ്. ഞാൻ IPC, AG, IGC എന്ന 3 പെന്തക്കോസ്ത് സഭകളിൽ വിശ്വാസി ആയിരുന്ന ഞാനാണ്. ഞാൻ അവിടെ സഭയിൽ പഠിപ്പിക്കുന്ന ഓരോ ഉപദേശങ്ങളെയും ഞാൻ അന്ന് പേന കൊണ്ട് പേപ്പറിൽ എഴുതിയെടുക്കും. എന്നിട്ട് ഇവർ തരുന്ന വാക്യങ്ങളും അതുപോലെ എഴുതിയെടുക്കും. അത് എഴുതിയെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കും. അങ്ങനെ അതൊരു വചനമേ ഇല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ആ പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്ററെ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച പ്രസംഗത്തിൽ ഇങ്ങനൊരു വചനം പറഞ്ഞു, അതിലങ്ങനെ വചനം ബൈബിളിൽ ഇല്ല, അതൊന്ന് കാണിച്ചു തരാമെന്നുണ്ട്. പാസ്റ്റർ ബബ്ബ അടിക്കും. അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. പിന്നെ ആ പാസ്റ്റർ എന്നോട് എടുക്കുമെന്ന് പറഞ്ഞു, അജിത്ത് ബ്രദറെ, വിശ്വാസികളുള്ള സമയത്ത് അജിത്ത് ഒന്ന് സംശയങ്ങൾ ചോദിക്കില്ലേ? അപ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിൽ അവർക്ക് എന്നെക്കുറിച്ച് അവർക്കൊരു സംശയം തോന്നും. ഞാൻ ബൈബിൾ കോളേജിൽ 6 വർഷം പഠിച്ചതാണ്. ആദ്യം 3 വർഷം, രണ്ടാമത് സ്പെഷ്യലായിട്ട് 3 വർഷം ഇത് പഠിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ നേടിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ, അതൊക്കെ മനുഷ്യർ പഠിപ്പിച്ചു, മനുഷ്യർ തരുന്ന സർട്ടിഫിക്കറ്റാണ്, അതുകൊണ്ട് എന്ത് വാല്യൂ ആണ്? നിങ്ങൾ ബൈബിളല്ലേ പഠിക്കേണ്ടത്. ബൈബിളിൽ തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ച് നോക്കട്ടെ. പരിശോധിച്ച് നോക്കിയിട്ട് പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുക, ഇത് തെറ്റാണ് പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു മാനസാന്തരം ഉണ്ടായില്ലേ? ഇപ്പോൾ എനിക്ക് ആ ഒരു മാനസാന്തരം, ആ വചനം പഠിച്ചപ്പോൾ, തെറ്റായ ഉപദേശം കേട്ടപ്പോൾ എനിക്കത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിച്ച് നോക്കാനുള്ള ഒരു മനസ്സ്, ഒരു താല്പര്യം എനിക്കുണ്ടായി. അതെന്തുകൊണ്ട് പാസ്റ്റർക്ക് ഉണ്ടാവുന്നില്ല? പാസ്റ്റർ എന്ന് പറഞ്ഞൊരു സഭയുടെ 19ഓളം അംഗങ്ങളുള്ള ഒരു സഭയുടെ ഒരു ഉപദേശകനാണ്. അവർക്ക് പച്ചയായ മേൽപ്പുറങ്ങൾ, ആടുകൾക്ക് പച്ചയായ മേൽപ്പുറങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടവനല്ലയോ ഇടയൻ? അപ്പം താങ്കൾ എന്തുകൊണ്ടാണ് ഈ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് താങ്കൾക്ക് എന്ത് നേട്ടമാണ്? ഈ താങ്കൾ ഒന്നെങ്കിലും സഭ നടത്തുന്നു, ജോലിക്കും കൂലിക്കും ഒന്നും പോകുന്നില്ല. വിശ്വാസികളുടെ ദശാംശക്കാശും സ്വോത്ര കാഴ്ചയും പിന്നെ അല്ലറ ചില്ലറ പിരിവുകളൊക്കെ ഉണ്ട്. വീടുകളൊക്കെ പോകുമ്പം അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 100 രൂപ 500 രൂപയൊക്കെ എടുത്ത് കൊടുക്കും. അതൊക്കെയാണ് വരുമാനം, വേറെ വരുമാനം. പിന്നെ അവർക്ക് വേറെ വിദേശ സഹായങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കേസ്. അപ്പം നിങ്ങൾ നല്ലത് പഠിപ്പിച്ചു കൊടുത്താലും അഴുക്ക പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ദിനങ്ങൾ തരും. അപ്പോൾ നല്ലത് പഠിപ്പിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ സഭയുടെ ഒരു പ്രമാണ ചട്ടമുണ്ട്, പെന്തക്കോസ്ത് സഭയുടെ. ആ സഭയുടെ പ്രമാണ ചട്ടങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും എനിക്ക് പോകാനായിട്ടില്ല. ബൈബിളല്ല നമുക്ക് പ്രധാനം. എനിക്ക് ഈ പെന്തക്കോസ്ത് സഭ, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയെ എന്നെ പഠിപ്പിച്ച, എന്നെ ഉത്തരവാദിത്വത്തെ ഏൽപ്പിച്ച ആ സഭ എനിക്ക് എന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദൈവത്തെക്കാളും ഏറ്റവും വലുത് അദ്ദേഹത്തിൻ്റെ സഭ, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന സഭയാണ് അദ്ദേഹത്തിന് വലുത്. ഇത് ഞാൻ കഴിഞ്ഞ് IPC എന്ന സഭയിലേക്ക് പോയി. അവിടെയും ഇത് തന്നെ ഗതി. അവിടുത്തെ പാസ്റ്റർക്കും അദ്ദേഹത്തിന് ബൈബിളിനേക്കാളും ബൈബിൾ കോളേജിൽ അദ്ദേഹം പഠിച്ചത് ചെറുവയ്ക്കൽ ബിബ്ലിക്കൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിലാണ്. അവിടുത്തെ ഉപദേശമാണ് അവർക്ക് വലുത്. അവിടെ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് ബൈബിൾ എന്ന് അവർ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പഠിപ്പിച്ചത് ബൈബിളുമായിട്ട് ബന്ധമില്ല, അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് കൊടുക്കില്ല. അദ്ദേഹം പറഞ്ഞ്, നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു, ആ സമൂഹത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെ അവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഉപദേശം എനിക്കില്ല, എനിക്ക് വലുത് എൻ്റെ സഭയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സഭ വിട്ടു. കാരണം നമുക്ക് അവിടെ ഉപയോഗമില്ല. അദ്ദേഹം സഭയെ സേവിക്കുന്നവനാണ്,
ഞാൻ ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എനിക്ക് ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് എനിക്ക് പഠിക്കണം. അത് ആഗ്രഹിച്ചാണ് ഞാൻ സഭയിൽ വരുന്നത്. അല്ല പാസ്റ്റർക്ക് വീട്ടിലെ അരി അല്ലെങ്കിൽ ഉടുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ വാടക താമസിക്കുന്ന കെട്ടിടത്തിന് വാടക കൊടുക്കുവാനോ അല്ല ഞാൻ അധ്വാനിക്കുന്ന ദൈവം എനിക്ക് തരുന്ന നന്മ. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഉപയോഗമില്ല എന്നുള്ളത് വചനം പഠിക്കാനും പഠിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ്. സഭായോഗം എന്നുള്ളത് അത് മാത്രമാണ്, വേറെ ഒരു പരിപാടി അവിടെ ഇല്ല. ഇപ്പം സഭായോഗം നടക്കുന്നത് അതാണോ? സഭായോഗങ്ങളിൽ ഇല്ലാത്ത ഉടായിപ്പോൾ എല്ലാം അവൾ സഭയിലുണ്ട്. ഇനി നമുക്ക് അദ്ദേഹം അവസാനമായി പറഞ്ഞൊരു കാര്യം, ഈ പാട്ടിൽ അവസാനമായി പറഞ്ഞൊരു കാര്യമാണ്, ഭൂമിയിൽ മനുഷ്യരെ ഉണ്ടാക്കിയത് യേശു ആണെന്നാണ് അദ്ദേഹം അവിടെ അവകാശപ്പെടുന്നത്. ആ പാട്ടിൻ്റെ അവസാനത്തെ വരിയിൽ പറയുന്നത് അത് നമുക്ക് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. മണ്ണിൽ പിറന്ന മാനവരെ ഉണ്ടാക്കിയത് യേശുവാണോ അതോ വേറെ ആരാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി 1:26 27 ഒന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ പറ്റും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെ ആരെ മനുഷ്യനുണ്ടാക്കി? മനുഷ്യൻ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. സാദൃശ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ സാദൃശ്യം എന്നുള്ളത് ആത്മാവാണ്, അദൃശ്യനായ ആത്മാവ്. ആ ആത്മാവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടിയാണ് ആദാം എന്ന മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. അവിടെ വ്യക്തമായി പറയുന്നു, ആ മനുഷ്യനിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു, ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു അവൻ. അവിടെ പറയുന്നത് എന്താണ്? അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴുന്നവനാണ്. അവർക്കൊക്കെ രാജാവായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. ഇന്നത്തെ കാലത്തെ മനുഷ്യൻ അങ്ങനെയാണോ? എന്നാൽ അന്നത്തെ കാലത്ത് ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ ആദം അങ്ങനെ അല്ലായിരുന്നു. അവരെയൊക്കെ അടക്കി ഭരിച്ച് കീഴടക്കി നിർത്തിയിരുന്നു. കാട്ടിലെ സിംഹങ്ങളെയും വലിയ ചീറ്റപ്പുലികളെയും വലിയ ആനക്കരടികളെയും അല്ലെങ്കിൽ ഈ വംശനാശം സംഭവിച്ചു കഴിഞ്ഞ ദിനോസറിനെ പോലുള്ള ജീവികളെയും മനുഷ്യൻ ഇടയ്ക്ക് അവരെ ഭരിച്ച് അവരെ കീഴ്പ്പെടുത്തി ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ ആദാമിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനി അടുത്ത് പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ദൈവം ആണിനെ ഉണ്ടാക്കിയതും പെണ്ണിനെ ഉണ്ടാക്കിയതും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടിയാണ് ആദാം എന്ന പുരുഷനെയും ഹൗവ എന്നുള്ള സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചത് എന്ന് അവിടെ എഴുതി കാണുന്നു. ഇവിടെ എവിടെയാണ് അടിമാലി പണ്ഡിത അല്ലെങ്കിൽ അടിമാലി ഡേവിഡ് യേശുവാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നോ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ആകാശത്തിലെ പറവുകളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും അല്ലെങ്കിൽ പൂങ്കാവനത്തിലെ പൂക്കളെയും അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തെ മുല്ലയ്ക്കും അല്ലെങ്കിൽ കാട്ടിലെ വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ലാസ്റ്റ് മനുഷ്യനെയും ഉണ്ടാക്കിയത് യേശുവാണ് താങ്കൾ വായിച്ചത്. അവിടെ 6 ദിവസം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി 6-ാം ദിവസമാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 5 ദിവസം മനുഷ്യന് വേണ്ടിയുള്ള ഭൂമിയെ ഒരുക്കുകയായിരുന്നു ദൈവം ചെയ്തത്. അത് വ്യക്തമായി പറയുമ്പോൾ എന്തിനാണ് ഡേവിഡ് സഹോദര ഇങ്ങനെ ദുരുപദേശം പ്രചരിപ്പിച്ച് ദൈവത്തെ പരിഹസിക്കുന്നത്, ദൈവവചനത്തെ പരിഹസിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസനായ യേശുക്രിസ്തുവിനെ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ച് ഇകഴ്ത്തി സമൂഹത്തിൻ്റെ മുന്നിൽ, ദൈവജനത്തിൻ്റെ മുന്നിൽ പരിഹാസപാത്രമായി മാറ്റുന്നത്? നിങ്ങൾ ഈ ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ്? ഞാൻ ഈ ഗ്രൂപ്പിലെ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ ഡേവിഡ് അടിമാലി എന്നുള്ള ബ്രദറിനെ, ഈ പാട്ട് എഴുതിയ സംഗീതം കൊടുത്ത വ്യക്തിയെ ഞാൻ പല ഗ്രൂപ്പുകളിലും കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പുള്ളി ഓടിപ്പോയി. പുള്ളി ചോദിക്കുകയാണ്, അദ്ദേഹം ചോദിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഇഷ്ടമില്ലാത്ത പെണ്ണിനെ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഗ്രൂപ്പുകൾ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ട് ആഡ് ചെയ്യണമെന്നത് ചോദിക്കുന്നത്.
എന്തായാലും കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നേരെയാക്കി എടുക്കുവാനെന്നുള്ള ഐഡിയ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം. അതുകൊണ്ട് പ്രിയ അടിമാലി സഹോദര, താങ്കൾ വേറിട്ട ദുരുപദേശങ്ങൾ വേറിട്ട കോമഡിയായി വേറിട്ട രീതിയിൽ ബൈബിൾ പഠിച്ച് വേറിട്ട ആ പഠനം താങ്കളെ വേറിട്ട ഏതെങ്കിലും ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വേറിട്ട സന്ദേശം ആ വേറിട്ട താങ്കളുടെ പെന്തക്കോസ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.